എ ടേക്സ് ട്വൈസ് ആസ് മച്ച് ടൈം ആസ് ബി. അപ്പോൾ എ ആൻഡ് ബിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ എയും ബിയും എടുക്കുന്ന ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെയും ടൈമിൻ്റെ ഒരു റേഷ്യോനെ കുറിച്ചാണ് പറയുന്നത്. എ ടേക്ക് ട്വൈസ് എന്നാണ് പറയുന്നത്. എ ഇരട്ടി സമയം എടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ബീനെ വെച്ച് നോക്കുമ്പോൾ. ആൻഡ് ത്രൈസ് ആസ് മച്ച് ആസ് സി. അപ്പം അവിടെ എനെയും സീനെ കൂടി കമ്പയർ ചെയ്യുന്നുണ്ട്. എ എടുക്കുന്നത് സീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3 ഇരട്ടി സമയം എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അവിടെ പറയുന്നത് ടു ഫൈനലൈസ് എ വർക്കിംഗ് ടുഗദർ ദേ ക്യാൻ കംപ്ലീറ്റ് ദ ടാസ്ക് ഇൻ 8 days. ഇവർ 3 പേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ലൈക്ക് ഇവർ 3 പേരും കൂടി ടൈം ടേക്കൻ ബൈ എ ബി ആൻഡ് സി ടുഗദർ, അവർ 3 പേരും കൂടി ഒരുമിച്ച് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 8 days എടുക്കുന്നു എന്നാണ് പറയുന്നത്. ദ ടൈം ടേക്കൻ ബൈ എ ബി സി റെസ്പെക്റ്റീവ്ലി ടു കംപ്ലീറ്റ് ദ ടാസ്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഓരോരുത്തരും ഒറ്റയ്ക്ക് എടുക്കുന്ന ടൈം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഈ ഒരു റേഷ്യോസ് വെച്ച് മാത്രം എടുക്കാം എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എടുക്കാൻ 2 വഴികളുണ്ട്. ഒന്ന് വളരെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഐഡിയ എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് ഇവിടെ തന്നേക്കുന്നത് ഇവിടെ ആ ഒരു ടൈമിൻ്റെ റേഷ്യോ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു ടൈം ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ A/B തന്നിട്ടുണ്ട്, A/C തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ A/B/C കണ്ടുപിടിക്കാം. എങ്ങനെ എ നമ്മൾ ഒരു സൈഡിലേക്ക് എ രണ്ടിലും കോമൺ ആയതുകൊണ്ട് എ നമ്മൾ നടുക്കെടുക്കുന്നു ആൻഡ് ബാക്കിയുള്ള 2 വാല്യൂസിന് സൈഡിലേക്ക് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ A2 ആണെങ്കിൽ B1 ആണ്, A3 ആണെങ്കിൽ C1 ആണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് അവിടെ ടൈം മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ റേഷ്യോ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം. സോ ഇവിടെ റേഷ്യോ പെട്ടെന്നൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് 3:6:1 എന്നാണ് നമുക്ക് ടൈമിൻ്റെ റേഷ്യോ കിട്ടുന്നത്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിനെ ഇതേ റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ശ്രദ്ധിക്കണം, അവിടെ ഓപ്ഷനിൽ തന്നേക്കുന്നത് എങ്ങനെയാണ് ABC എന്നാണ് തന്നേക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് എങ്ങനെയാണ് B/A/C എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനൊന്ന് പ്രോപ്പർ ഓർഡറിൽ ആദ്യമേ ആക്കാം. A/B/C എന്ന് പറയുമ്പം 6:3 ഓക്കെ, നമുക്ക് ഇവിടെ 2 എന്നായിരിക്കും വരുന്നത്. ഇവിടെ 1 അല്ല, ഇവിടെ 2 എന്നായിരിക്കും വരുന്നത്. സോ 6:3:2 എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഇതേ റേഷ്യോ ഫുൾഫിൽ ചെയ്യുന്ന ഏത് വാല്യൂസ് ആണ് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നോക്കിയിട്ട് അത് വെച്ച് കണ്ടുപിടിക്കാം. അതല്ല നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ വേറൊരു വഴിയുണ്ട്. ഡയറക്റ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യും, തന്നേക്കുന്ന 8 എടുത്ത് ഇതിൻ്റെ കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കും. ഇപ്പോൾ 8 എടുത്ത് നമ്മൾ ഈ ഒരു തന്നേക്കുന്ന വാല്യൂസിനോട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 6 × 8 48, 3 × 8 24, അതുപോലെ തന്നെ 2 × 8 16. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഏത് ഓപ്ഷനിലാണ് ഈ വാല്യൂസ് തന്നിരിക്കുന്നത് നോക്കിക്കേ. ഓപ്ഷൻ ഡിയിലാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ എടുക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കൺസെപ്റ്റിൻ്റെ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കൺസെപ്റ്റ് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ കൺസെപ്റ്റ് ഇഷ്യൂ വരുന്നവരുണ്ടെങ്കിൽ ഓർ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ശരിയാവത്തില്ല, കൺസെപ്റ്റ് ഡൗട്ട് വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ ഒരു ക്വസ്റ്റിനെ തന്നെ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നേക്കുന്ന ടൈമിൻ്റെ റേഷ്യോ ആണ് തന്നേക്കുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ ടൈമിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ എഫിഷ്യൻസിയുടെ റേഷ്യോയുടെ ഇൻവേഴ്സ് ആണ് നമ്മുടെ ടൈം ആൻഡ് വർക്കിൻ്റെ കൺസെപ്റ്റ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ടൈമിൻ്റെ റേഷ്യോ 2:1 ആണെങ്കിൽ ഇവിടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്തായിരിക്കും? 1:2 ആയിരിക്കും എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത് സിമ്പിളായിട്ട്. ആൻഡ് ഇവിടുത്തെ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്തായിരിക്കും? 1:3 ആയിരിക്കും എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത്. ടൈമിൻ്റെ റേഷ്യോയുടെ ഇൻവേഴ്സ് ആണ് എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ നമുക്കിപ്പോൾ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എഫിഷ്യൻസിയുടെ റേഷ്യോ ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ എയുടെ വാല്യൂ 1, ഇവിടെയും എയുടെ വാല്യൂ 1. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായി. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ എഫിഷ്യൻസിയുടെ റേഷ്യോ വളരെ ഡയറക്റ്റ്ലി എടുക്കാം. എങ്ങനെ A/B/Cയുടെ ആ എഫിഷ്യൻസിയുടെ റേഷ്യോസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എയുടെ 1 ആണ്, നമുക്ക് ബിയുടെ 2 ആണ്, സിയുടെ എത്രയാണ്? 3 ആണ്. നോക്കിയാൽ വളരെ പെട്ടെന്ന് അവിടെ എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടി, 1:2:3. ഇനി ഇവിടെ എഫിഷ്യൻസി ഓരോരുത്തരുടെ എഫിഷ്യൻസി ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ ഇത് എഫിഷ്യൻസിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും 1 + 2 + 3 എന്ന് പറയുന്നത് എത്ര വരും? 6 എന്ന് വരും ടോട്ടൽ എഫിഷ്യൻസി. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി 6 ആണ്. അപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി 6 ആണെങ്കിൽ നമുക്ക് ടോട്ടൽ എഫിഷ്യൻസി അറിയാം, നമുക്ക് ഇവിടെ ടോട്ടൽ ഇവർ എടുക്കുന്ന സമയം അറിയാം. അങ്ങനെ ഈ ടോട്ടൽ വർക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ ആ ഒരു ഓരോരുത്തരുടെയും സമയം കണ്ടുപിടിക്കാൻ പറ്റും. ടോട്ടൽ എഫിഷ്യൻസി 6 ആണെങ്കിൽ ഇവിടെ ടോട്ടൽ ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ടോട്ടൽ ഇവർ എടുക്കുന്ന സമയം ഒരുമിച്ച് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 6ഉം ടൈം എന്ന് പറയുന്നത് 8ഉം 6 × 48 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 48 ആണ് ഇവ മൊത്തം ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എഫിഷ്യൻസി അറിയാം. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ 48 യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ടൈം കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ എഫിഷ്യൻസിയുടെ റേഷ്യോ ഇതാണെങ്കിൽ അവിടെ ടൈമിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ടൈം ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പറയുന്ന 48 ആണ്.
ഇനി ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി നമുക്കറിയാം, ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ എഫിഷ്യൻസി നമുക്കറിയാം. 48 ഡിവൈഡ് ബൈ 1 എത്ര വരും? 48 എന്ന് വരും. 48 ഡിവൈഡ് ബൈ 2 എത്ര വരും? 24 എന്ന് വരും. അതേപോലെ 48 ഡിവൈഡ് ബൈ 3 എത്ര വരും? 16 എന്ന് വരും. ഓക്കെ, നമുക്ക് അതേ ആൻസേഴ്സ് കിട്ടി. സോ ഇവർ 3 പേരുടെയും ഇൻഡിവിജ്വൽ ടൈം എന്താണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. കുറച്ചൊരു നല്ല ക്വസ്റ്റൻ ആയിരുന്നു, കുറച്ചധികം കൺഫ്യൂസ് ആക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷേ ഇൻഫാക്ട് എൻ്റെ കൺസെപ്റ്റ് നല്ലപോലെ അറിയാമെന്നുള്ളതാണെങ്കിൽ ചിലപ്പോൾ ആൾക്ക് പേനി പേപ്പറിൻ്റെ ആവശ്യം പോലും വരത്തില്ല ക്വസ്റ്റൻ ആൻസർ മാർക്ക് ചെയ്യാനും. ബിക്കോസ് ഓപ്ഷൻ കൂടി ഉണ്ടായതുകൊണ്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ ഓപ്ഷൻ തരാൻ നിർത്തും, അവർ അതേപോലത്തെ ഓപ്ഷൻസ് ആയിരിക്കും തരുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, ഇവിടെ 9 × 6 ആണ് 54, 9 × 3 ആണ് നമ്മുടെ 27 എന്ന് പറയുന്നത്, 9 × 2 ആണ് 18 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ 8ൻ്റെ മൾട്ടിപ്പിൾ തന്നിട്ടുള്ള പോലെ തന്നെ 9ൻ്റെ മൾട്ടിപ്പിൾ തന്നിട്ടുണ്ട്, 10ൻ്റെ മൾട്ടിപ്പിൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. അതുപോലെ തന്നെ 7ൻ്റെ മൾട്ടിപ്പിളും തന്നിട്ടുണ്ട്. എല്ലാം അതേ റേഷ്യോയിലാണ് തന്നിരിക്കുന്നത്. ഏത് റേഷ്യോയിൽ? 6:3:2. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിൽ ഒരു കൺഫ്യൂഷൻ വരാൻ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് അവിടെ ഓൾറെഡി 8 എന്ന് പറഞ്ഞ സംഭവം തന്നിട്ടുണ്ടായതുകൊണ്ട് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. പക്ഷേ സ്റ്റിൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് കുറച്ച് പേർക്കെങ്കിലും. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രോപ്പർ എഫിഷ്യൻസി, ടൈം ആൻഡ് വർക്കിൻ്റെ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ നോക്കിയത്.